ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഇത് ഞങ്ങളുടെ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പെരുന്നാളിൻ്റെ തലേന്നാണ്. ഇതിപ്പോൾ 2-3 ദിവസത്തെ വീഡിയോ ഉണ്ട്. കാരണം കുറേശ്ശെയായിട്ട് എടുത്തുള്ള വീഡിയോസാണ്. ഇതിപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നാണ് ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടത്. ഞാൻ നേരത്തെ മെഹന്തിയൊക്കെ ഇട്ടിട്ട് മാറിയിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം പിറ്റേന്ന്, അതായത് പെരുന്നാളിൻ്റെ തലേന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ നേരത്തെ മൈലാഞ്ചിയൊക്കെ ഇടാം എന്ന് വിചാരിച്ച് അങ്ങനെ തലേന്ന് നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇടയത്താഴവും കഴിച്ച് കഴിഞ്ഞാണ് അത്താഴം. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ മൈലാഞ്ചി ഇടാനായിട്ടിരുന്നത്. ഞങ്ങൾ പൊതുവെ എപ്പോഴും റമദാൻ ടൈമിൽ ആ സമയത്താണ് കിടക്കുന്നത്. കാരണം ഫുഡ് ഇടയത്താഴത്തിനുള്ളത് രാത്രിയിലാണ് ഉണ്ടാക്കുന്നത്. നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞ് ഇടയത്താഴത്തിനുള്ളതും ഉണ്ടാക്കി എല്ലാം കഴിച്ച് കഴിഞ്ഞ് രാവിലെയാണ് കിടക്കുന്നത്. എന്നിട്ട് ഉച്ചക്ക് എണീറ്റ് വീണ്ടും വൈകിട്ടത്തേക്കുള്ള പരിപാടി ചെയ്യലാണ്. അപ്പം അതുകൊണ്ടിട്ട് പിള്ളേരും ആ ഒരു ടൈമിലാണ് കിടക്കുന്നത്. പിള്ളേരെല്ലാവരും ഓടിക്കളിക്കലും കളിയും ഒക്കെയാണ്. പിന്നെ ഞങ്ങൾ മൈലാഞ്ചി ഇടുന്നതിൻ്റെ ആ ഒരു ഇതും. അപ്പം പെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മെഹന്തി ഇടലും നമ്മുടെ ആ ഒരു കുട്ടിക്കാലമാണ് നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടി വരുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പണ്ടത്തെ ആ ഒരു ഇതൊക്കെ പണ്ടത്തെ ആ ഒരു ഇതൊന്നും ഇപ്പോഴത്തെ ജനറേഷനിലൊന്നും അങ്ങനെ വലുതായിട്ട് കിട്ടി കാണത്തില്ലായിരുന്നു. പിന്നെ ചിലയിടത്ത് ഉണ്ട്, ചിലയിടത്ത് ഇല്ല ആ ഒരിത്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ 2 മൈലാഞ്ചിയൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് ഞാനൊരുവിധം ഉണങ്ങിയതിന് ശേഷം ഞാൻ കിടക്കാൻ കയറിയത്. ഇല്ലെങ്കിൽ എൻ്റെ മൊത്തം കുളവാക്കും. അതിനിടയിൽ ഒരു കൈ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മെറാൻ ബഹളം ഉണ്ടാക്കി. മെറാനെ പോയി ഉറക്കി എല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്ത കയ്യിലിട്ട് അത് ഞാനെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് റിഹാനാക്കി ഇടാനുണ്ട്. ഇത് ഇത്തിയുടെ മോളാണ്. അവൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്ന് അവൾക്ക് അവളുടെ കയ്യിലൊക്കെ ഇട്ട് കൊടുത്ത്. എല്ലാ പെരുന്നാളിനും ഞാൻ തനിയായിരിക്കും ഇടുന്നത്. പിന്നെ എൻ്റെ കല്യാണത്തിന് മുന്നാകുമ്പോഴത്തേക്ക് എൻ്റെ നാത്തൂൻ ഇട്ടായിരുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ കുടുംബത്താണെങ്കിൽ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി ഇടും. അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം ഇപ്പം എത്തി ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ഇത്തി ഇട്ട് തന്നു. അങ്ങനെ ഞാൻ എല്ലാം ഒരുവിധം ഓരോ പണികളൊക്കെ ഒതുക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് സർപ്രൈസായിട്ട് കേക്കൊക്കെ മേടിച്ചുകൊണ്ട് തന്നു. ഗിഫ്റ്റ് അതല്ല, ഗിഫ്റ്റ് എനിക്ക് വേറെ മാലയൊക്കെ മേടിച്ചുകൊണ്ട് തന്നായിരുന്നു. Happy birthday to you, dear Musi. Happy birthday to you. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ കേക്ക് കൊണ്ട് തന്ന്. പിന്നെ അതിന് കുറച്ച് കഴിഞ്ഞ് കേക്കൊക്കെ മുറിച്ച് ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടുവന്നായിരുന്നു. മാറി എല്ലാം റെഡിയായി വന്ന് കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ കഴിച്ച് അൽഹംദുലില്ലാഹ് സന്തോഷമായി. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെയാണ് നടന്നത്. കാരണം ഞാനും എൻ്റെ ഇത്തിയും കൂടി ഒരിക്കലും ഇങ്ങനൊരു ഇത് മനസ്സിൽ പോലും വിചാരിച്ചതല്ല. അൽഹംദുലില്ലാഹ്. കാരണം ഞങ്ങളിവിടെ സൗദി അറേബ്യയിൽ ഒന്നിച്ച് കൂടുമെന്ന് ഒട്ടും വിചാരിച്ചതേ അല്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ എൻ്റെ ബർത്ത്ഡേക്കും പെരുന്നാളിനും എല്ലാത്തിനും ഒത്തുകൂടാൻ പറ്റി. എനിക്ക് തോന്നി എൻ്റെ കൂടെ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കാണെന്ന് തോന്നി എൻ്റെ കൂടെ ഉള്ളത്. അങ്ങനെ ഇതാണ് എനിക്ക് ഗിഫ്റ്റ് എന്ന മാല. ഇത് നേരത്തെ തന്നെയായിരുന്നു, സർപ്രൈസ് അല്ലായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് പെരുന്നാളാണ്. പെരുന്നാളിന് എല്ലാവരും ഒരുങ്ങി പള്ളിയിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം പിള്ളേരെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മെറാന് അങ്ങനത്തെ ഡ്രസ്സ് ഒത്തിരി നോക്കി.
ഈ തോപ്പ് പോലത്തത്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കിട്ടിയില്ല എങ്ങും. പിന്നെ അവസാനം മൂവാച്ചുവിൻ്റെ ഉണ്ടായിരുന്നത് ഒരെണ്ണം എടുത്തിട്ട് കൊടുത്തു. പക്ഷേ ഷേപ്പ് അടിക്കാൻ എന്താ താഴെ അടിക്കാൻ പറ്റിയില്ലായിരുന്നു. അതിന് ഹിക്ക ചെയ്ത പണിയാണ്, പുറയിൽ റബ്ബറിട്ട് കെട്ടി വെച്ച് അവൻ്റെ കറക്റ്റ് അളവിനാവാൻ വേണ്ടിയിട്ട്. അത് വിട്ടുകൊണ്ടുള്ള സന്തോഷമാണ് ഈ കാണുന്നത് മൊത്തം. അത് വിട്ടുകൊണ്ട് ഇങ്ങനെ നടപ്പാ. പിന്നെ എല്ലാവരും ഈ പള്ളിയിൽ പോകാനുള്ള തയ്യാറെടുപ്പിൽ അവനും വന്ന് നിൽക്കും, അവനെയും കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള ഇതിൽ. അവൻ കുളിച്ചൊരുങ്ങിയൊക്കെ നിൽക്കുമല്ലേ, ആ ഒരു സന്തോഷത്തിലിരിക്കുവാണ് പാവം. അവരിറങ്ങിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു, സങ്കടമായിരുന്നു. എല്ലാവരും പോയി, അവന് മാത്രം കൊണ്ടുപോയില്ല എന്നുള്ള ഇത്. അങ്ങനെ അവൻ കുറച്ച് നേരം കരഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് അവൻ്റെ കരച്ചിലൊക്കെ മാറ്റി. ഞങ്ങൾക്കാണെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവനെ കൊണ്ടുപോകാമെന്നും പറഞ്ഞിരുന്നേ, പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞിരിക്കുക പിന്നെ പുറത്തുണ്ടോയെന്ന് പറഞ്ഞിരുന്നേ. പക്ഷേ അന്നേരത്തേക്കും മഴയായിപ്പോയി. അപ്പോൾ പിന്നെ മഴയത്ത് കൊണ്ടുപോകൽ നടക്കത്തില്ലല്ലോ. അപ്പം അവർ പോയ സമയത്ത് ഞാൻ പെട്ടെന്ന് അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കളിക്കാൻ നിർത്തിയിട്ട് ഞാൻ പെട്ടെന്ന് പൊറോട്ടയ്ക്കുള്ള പരിപാടിയിലോട്ട് നീങ്ങി. പൊറോട്ടയുടെ മാവെല്ലാം പുളിച്ച് പൊങ്ങാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, റെഡിയാവാനൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നേരത്തെ വെച്ചാലല്ലേ റെഡിയായി കിട്ടത്തുള്ളൂ, നന്നായിട്ട് സോഫ്റ്റായി കിട്ടണ്ടേ. അപ്പോൾ അതിന് നേരത്തെ എടുത്ത് വെച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു പൊറോട്ട സമയത്തിന് ഉണ്ടാക്കുന്നതാണല്ലോ കുറച്ചും കൂടി നല്ലത്, കാരണം ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അന്നേരത്തേക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നും പറഞ്ഞാണ് ആ സമയത്ത് ഉണ്ടാക്കുന്നത്. റൊട്ടിയൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പൊറോട്ടയും ബീഫ് കറിയും അന്നേരമാണ് ഉണ്ടാക്കുന്നത്, കാരണം എനിക്ക് രാവിലെയാണ് ബീഫ് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് ബീഫ് കറിയും അന്നേരം ഉണ്ടാക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ബീഫ് തലേന്ന് ഉണ്ടാക്കി വെച്ചേനെ, നേരത്തെ ഉണ്ടാക്കി വെച്ചേനെ. അപ്പം ബീഫ് ആ സമയത്ത് കൊണ്ടുവന്നുകൊണ്ട് ബീഫ് കറി എത്തി വെക്കുന്നു. പൊറോട്ടയ്ക്കുള്ളത് ഞാനും ചെയ്യുമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഇത്രയും പൊറോട്ട ഉണ്ടാക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, യൂട്യൂബിൽ നോക്കി ഒരു വട്ടം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇഷ്ടത്തിനൊന്ന് ട്രൈ ചെയ്യുമല്ലോ, 2-3 എണ്ണമൊക്കെ, അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനും കൊടുക്കണം, ആ ഒരു രീതിയിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക. ഞങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കും എല്ലാവർക്കും കൂടി ആയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമല്ലോ, ആ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റഡായിരുന്നു. ഞാൻ ആദ്യമൊക്കെ എല്ലാം മാവൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച പോലെയൊക്കെ അൽഹംദുലില്ലാ എന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും അതേപോലെയൊക്കെ തന്നെ നല്ല രീതിയിലൊക്കെ വന്ന് കുഴപ്പമില്ലായിരുന്നു. എങ്കിലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലും അങ്ങനെയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇത്രയും. നമ്മൾ നാട്ടിലാണെങ്കിലും അഥവാ ഇതിന് മുന്നുള്ള പെരുന്നാളൊക്കെ ആണെങ്കിലും റൊട്ടി ഉണ്ടാക്കും. പക്ഷേ പൊറോട്ടയൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയായിരിക്കും ചെയ്യുന്നത്. റൊട്ടി തലേന്ന് നമ്മളെല്ലാം അയച്ചൊക്കെ വെച്ച് വീട്ടിലെ ഇക്കയുടെ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഉമ്മിയെല്ലാം അയച്ചൊക്കെ റെഡിയാക്കി ഇതാക്കും. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും, അത്ര മാത്രമേ ഉള്ളായിരുന്നു. ഇതിപ്പോൾ പൊറോട്ടയുടെ ഫുള്ള് കാര്യം ഞാൻ തന്നെയാണ് നോക്കിയത്. നമുക്കതൊക്കെ ഭയങ്കര ഒരു സന്തോഷമല്ലേ, നല്ലൊരിതായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം അൽഹംദുലില്ലാ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ വന്നല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ, അതും പ്രത്യേക ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് അത് റെഡിയാക്കി കിട്ടുമ്പോഴത്തേക്കും നമുക്കും ഒരു സന്തോഷമല്ലേ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി. പിന്നെ അവിടെ ബീഫ് കറി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കാണ്. ഞാൻ ഇത് പെട്ടെന്ന് അവർ വരുന്നതിന് മുന്നേ എല്ലാം ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇങ്ങനെ ഉണ്ട ഉരുട്ടിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് എല്ലാം ഓരോന്നും ചെയ്ത് റെഡിയാക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പൊടികളും കറക്റ്റ് ഇരിക്കുന്ന എവിടെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കാണിച്ചു കൊടുക്കുകയും പിടിക്കാനൊക്കെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ആഞ്ഞ് പരിശ്രമിച്ച് എല്ലാം രാവിലെ തന്നെ അവർ പള്ളിയിൽ നിന്ന് വന്നപ്പോഴത്തേക്കും രാവിലത്തേത് എല്ലാം ഫുഡ് റെഡിയാക്കി കൊടുക്കാൻ പറ്റി. റൊട്ടി, ബീഫ് കറി, പൊറോട്ട,
തേങ്ങാപ്പാൽ ഇതെല്ലാം കൂടിയായിരുന്നു. പിന്നെ നമുക്ക് ഗസ്റ്റും ഉണ്ടായിരുന്നല്ലോ, അവർക്കും കൊടുക്കാൻ പറ്റി. നമുക്ക് ഒത്തിരി സന്തോഷമായി. ഞങ്ങൾ ഈ പാചകം ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ മൊത്തവും പറയുന്നത് ഞങ്ങളുടെ കാര്യം തന്നെയാണ്. ഞാനും ഇത്തിയും തമ്മിൽ ഞങ്ങൾ ഒരിക്കലും ലൈഫിൽ പ്രതീക്ഷിച്ചതുമല്ല, മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല, ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഞങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉംറയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ്, ഉംറ വിസയിൽ വന്നതാണ് ഉംറയ്ക്ക് പോകാനായിട്ട്. അപ്പം 1.5 മാസം ഉണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾക്ക് അതൊക്കെ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചതേ അല്ല ഇങ്ങനെയൊക്കെ നടക്കുമെന്നും ഒക്കെ. അങ്ങനെ ഞാനതവിടെ വെച്ചിട്ട് പെട്ടെന്ന് ബീഫ് കറിയുടേത് വീഡിയോ എടുക്കാൻ വന്ന്. പക്ഷേ ഉള്ളി വഴറ്റുന്നത് മാത്രമേ എനിക്കെടുക്കാൻ പറ്റുകയുള്ളൂ, ബാക്കിയുള്ളതൊന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വേറെ എന്തിനൊക്കെയോ പോയി വന്നപ്പോഴത്തേക്കും ഇറച്ചിക്കറിയായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പൊറോട്ട പരത്തുകയാണ്. എല്ലാവരും ഈ പൊറോട്ട പരത്തുന്നതിന് അഥവാ അടിക്കാൻ അറിയാത്തവർ കൈയുടെ വെള്ള വെച്ചിട്ട് അവിടെ വെച്ചിട്ട് കൈയുടെ വെള്ള വെച്ചിട്ട് പരത്താനാണ് പറയുന്നത്. പക്ഷേ ഞാൻ കൈയുടെ വെള്ള വെച്ച് പരത്തിയിട്ട് ഒരു രക്ഷയുമില്ലായിരുന്നു. എനിക്കെടുക്കാൻ ഈ വിരൽ കൊണ്ട് തള്ളി നീക്കി എടുത്ത്, അല്ലാതെ എനിക്ക് പരന്ന് വരുന്നേ ഇല്ലായിരുന്നു. കൈയുടെ കൈയുടെ വെള്ളയുടെ ആ ഭാഗം വെച്ചിട്ട് ഞാൻ ഒത്തിരി പരത്തി നോക്കി. എന്നിട്ടൊന്നും എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കൈ വേദന എടുക്കുന്നതല്ലാതെ എനിക്ക് പരത്താനേ പറ്റുന്നില്ല. നീങ്ങുന്നില്ല. പരത്തിയിട്ട് അത് വലുതായി വരുന്നില്ല, അവിടെ തന്നെ നിൽക്കുന്നു. ഇത് ഞാൻ എൻ്റെ അഹങ്കാരത്തിന് ചെയ്തതാണ്. കാരണം ഒരെണ്ണം അടിച്ച് നോക്കാം എന്നുള്ള ആഗ്രഹത്തിൽ അടിച്ച് നോക്കിയതാണ്. പക്ഷേ എല്ലാം ചുരുണ്ട് മറിഞ്ഞ് തിരിഞ്ഞൊക്കെ പോയി. അടിക്കാൻ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അത് മൊത്തം കുളമായിപ്പോയി. പിന്നെ അവസാനം ഞാൻ ബോൾ ഉരുട്ടിയിട്ട് വീണ്ടും പരത്തി നോക്കിയപ്പോഴത്തേക്കും പരന്ന് വരുന്നില്ല. പരന്ന് വരുംതോറും കീറി പോകുന്നതല്ലാതെ റെഡിയാവുന്നില്ല. എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യായിരുന്നു. കുറേ വട്ടം ഞാൻ പരിശ്രമിച്ചു, എന്നിട്ടൊന്നും റെഡിയാവുന്നില്ല. പിന്നെ അവസാനം വല്ല ചതിയിൽ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് റെഡിയാക്കി അങ്ങ് എടുത്ത്. കീറിയിരിക്കുന്നു സാരമില്ലെന്നും പറഞ്ഞുകൊണ്ട് വല്ല ചതിയിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി എടുത്ത ആ ഒരിത് മാത്രം മൊത്തം കുളമായി. ഞാൻ പിന്നെ അടിക്കാൻ പോയിട്ടില്ല. കാരണം നമുക്കറിയാത്ത പണി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ മതി. പിന്നെയും പരിശ്രമിക്കണം, എങ്കിലേ വിജയിക്കത്തുള്ളൂ. നമ്മൾ വീണ്ടും അറിയാത്ത കാര്യങ്ങൾ വീണ്ടും ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. പക്ഷേ അതിനുള്ള സമയമില്ലായിരുന്നു എനിക്ക്. ചെയ്ത് നോക്കാനുള്ള ടൈമില്ലായിരുന്നു. പിന്നെ വല്ലച്ചാതിൽ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്ത് റെഡിയാക്കി. അങ്ങനെ പിന്നെ അവർ പള്ളിയിൽ നിന്നൊക്കെ വന്ന് ഞങ്ങൾ കഴിക്കാനിരുന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ക്യാമറ എടുത്ത് ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ കഴിക്കാനിരുന്നപ്പോഴാണ് ഓർത്ത്, അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ ക്യാമറ എടുത്ത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ഇവർ കഴിച്ച് കഴിയാനായിരുന്നു. ഞാനും ഇരുന്നില്ലായിരുന്നു. കാരണം ചായയൊക്കെ തിളപ്പിച്ച് എല്ലാം ഓരോന്നോരോന്ന് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കഴിച്ച് തീരാനായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവർ കഴിച്ച് അവർ പുറത്തോട്ട് പോവുകയും ചെയ്തു. ഞങ്ങൾ കഴിച്ച് പിന്നെ ഉച്ചക്കലത്തെ പരിപാടിനായിട്ട് ഞങ്ങൾ അടുക്കളയിലോട്ട് കയറി. ഇക്കാക്കും പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഇക്കായും പോയി. പിന്നെ ഞങ്ങൾ 3 പേരും മാത്രമായിട്ട് അടുക്കളയിൽ കയറി. ഞങ്ങൾ ഭയങ്കര അലമ്പിടുമായിരുന്നു. അലമ്പിടുന്നത് കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് ക്യാമറ വെച്ചതാണ്. അന്നേരത്തേക്ക് എല്ലാവരും ഡീസൻ്റായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ തുടങ്ങി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് സൊറയൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വർഷത്തെ പെരുന്നാളും അതിന് മുന്നത്തെ വർഷത്തെ പെരുന്നാളിൻ്റെയും പഴയ പെരുന്നാളിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരും ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളും പറഞ്ഞ് അങ്ങനെ അയവിറക്കിക്കൊണ്ടിരുന്ന് ആ കൂട്ടത്തിൽ ഞങ്ങൾ ബിരിയാണിയും കൂടി വെച്ച് എല്ലാം മാറ്റി. അങ്ങനെ ഞങ്ങൾക്ക് മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 ദിവസമായി ഉറങ്ങിയിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ബിരിയാണി തട്ടിക്കൂട്ടി വെച്ചിട്ട് ഇച്ചിരി ഒന്ന് കിടക്കണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനായിരുന്നു. ഞങ്ങൾ ഇന്ന് പുറത്ത് പോകുന്നില്ല എന്നുള്ളൊരിതായിരുന്നു. കാരണം അവരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാൻ ഒരു ഇതുണ്ടായിരുന്നു. കാരണം അവർ വൈകിട്ട് വരുമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോകാഞ്ഞത്. പിന്നെ അത്
ഫ്രാങ്കോ നമ്മൾ പെട്ടടാ ഞാൻ മണ്ട വെട്ടി. ഞാൻ അവർ വരാൻ താമസിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ രാത്രിയിൽ എണീറ്റ് കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ച് രാത്രിയിലാണ് പിന്നെ ഞങ്ങൾ കറങ്ങാൻ പോയത്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചർച്ച ചെയ്തിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് കുളിച്ചെല്ലാം കഴിഞ്ഞ് മാറിക്കിടന്ന് അന്തസ്സായിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എണീറ്റ് ബിരിയാണി കഴിക്കാൻ പോകണം. ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ആയിട്ടൊന്ന് ജസ്റ്റ് പാർക്കിലൊക്കെ ഒന്ന് പോയി പിള്ളേരെ ഒന്ന് ചുമ്മാ ഒന്ന് ചില്ലാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഈ പാർക്കിലൊക്കെ പോയി കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കളിച്ച് കുറച്ച് റീൽസൊക്കെ എടുത്ത് ഞങ്ങൾ വേറെ പുറത്തോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ പോകാഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് അവർ രാത്രി വന്ന് പിന്നെ ഞങ്ങൾ അവർ വീട്ടിൽ വന്ന് കിടന്നായിരുന്നു. ഈ ഇടയ്ക്ക് ഇക്ക പോയി താക്കോലൊക്കെ കൊടുത്തിട്ട് വന്നു. അപ്പോൾ അവർ വീട്ടിൽ വന്ന് കിടക്കുക. അവർക്ക് പുറത്ത് പോകാൻ അവർ കുഴഞ്ഞായിരുന്നു. അവരൊത്തിരി പോയി നടന്നൊക്കെ വന്നു അവർ കുഴഞ്ഞ് ഒരു പരുവായെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറേ നേരം പാർക്കിലൊക്കെ ഇരുന്ന് ഞങ്ങളവിടെ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കിടന്ന് തകർക്കുമായിരുന്നു. വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ശരിക്കും ഞങ്ങൾ തകർത്താടി തിമിർത്ത് ഞങ്ങൾ കുറേ എനിക്കത് രാവിലെ വരെ ഞങ്ങൾ രാവിലെ വെളുപ്പിനെയാണ് തിരിച്ചു വന്നത്. അതുവരെ ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുമായിരുന്നു. ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കറങ്ങിയിരുന്ന്. പിന്നെ എന്താണ് ഇത്തിയും കൂടിയുള്ള ആദ്യത്തെ പെരുന്നാളാണ് ഇത്തിയുമായിട്ടുള്ള. അപ്പോൾ അതിൻ്റേതായൊരു ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചുള്ള പെരുന്നാൾ. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ 4 പേരും കൂടി ഒന്നിച്ച് കൂടുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങളുടെ പെരുന്നാളൊക്കെ നല്ല രീതിയിലൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ശരിക്കും എൻജോയ് ചെയ്ത്. പിന്നെന്താണ് എങ്ങനെ തകർത്ത് പോയി. പിന്നെ എനിക്ക് ഇതിനകത്ത് മ്യൂസിക്കൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടിട്ട് ഞാൻ മ്യൂസിക് ഇടാത്തത്. കാരണം ഞങ്ങൾ പാടുന്നതും വണ്ടിയിലെ പാട്ടും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര തകർക്കലായിരുന്നു. പക്ഷേ ഞാൻ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാനത് ഇത് കട്ട് ചെയ്ത് വിടുന്നത് പാട്ടെല്ലാം. ഇതിനകത്തുള്ള പാട്ടൊന്നും എനിക്ക് ശരിക്കിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിവതും പാട്ടെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യുന്നത് കളയുന്നത്. ഇല്ലെങ്കിൽ അതൊക്കെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് പറ്റിയില്ല. എല്ലാവരും കൂടി ഭയങ്കര ഗാനമേളയും ഭയങ്കര ഇതൊക്കെയായിരുന്നു. കാരണം കാറിനകത്ത് പാട്ടിട്ടിട്ട് അതിനനുസരിച്ച് എല്ലാവരും കിടന്ന് ബഹളമൊക്കെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളെന്ന് പറയുന്നത്. അൽഹംദുലില്ലാ നല്ല രീതിയിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചു സന്തോഷത്തോടുകൂടി തന്നെ. പിന്നെ എന്താണ് അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടാൻ മറക്കല്ലേ. ബൈ.